ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് റൊട്ടീനാണ്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്നൂസ് പ്ലേ സ്കൂളിലൊക്കെ പോകാനായതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എണീക്കണം. അപ്പോൾ ഓക്കുള്ള ഫുഡും എല്ലാം ഉണ്ടാക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ രണ്ടാളും ഹസ്ബൻഡും അതുപോലെ തന്നെ ഇന്നും ഒപ്പരാണ് കേട്ടോ പോക്ക്. ഒരു സെയിം ടൈം തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ രണ്ടാളെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കുറേ ലേറ്റാവും. ചിലപ്പം സമയം പിടച്ചിട്ടൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് എപ്പോഴും എണീക്കുന്നതിനെക്കാട്ടി നേരത്തെ എണീച്ചിട്ടാണ് കേട്ടോ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നുവിന് ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു മുട്ട മറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുട്ട മറിച്ചെന്ന് പറയുമ്പോൾ മുട്ടയിൽ ഇങ്ങനെ പഞ്ചസാരയിലിട്ടിട്ട് മറിക്കൂലേ, നല്ല നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ ഈ ഒരു സംഭവമാണ് മുട്ട മറിച്ചതെന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും വീഡിയോസ് എവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ചില ആൾക്ക് മനസ്സിലാവണമെന്നില്ല, അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. പിന്നെ ഓക്കെ രാവിലെ ഒരു ഗ്ലാസ് പാൽ ഞാൻ ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ അതിൽ ബൂസ്റ്റ് ആഡ് ചെയ്യും. എപ്പോഴും ബൂസ്റ്റൊന്നും കൊടുക്കില്ല, വലിയ ഹെൽത്തി ഒന്നും അല്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് ബൂസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ബൂസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ പഞ്ചസാര ഇടലില്ല, ഓൾറെഡി അതിൽ നല്ല മധുരം ഉണ്ടാവുമല്ലോ അതുകൊണ്ട്. പിന്നെ ചപ്പാത്തി ചുട്ടിട്ടുണ്ട്. അത് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ലഞ്ചാണ് തയ്യാറാക്കുന്നത്. 12 മണിയാകുമ്പോൾ ആൾ വരും. പക്ഷെ 8 മണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കിന് കഴിക്കുന്ന ലെവലാണ് കേട്ടോ ഞാൻ സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഇതിലേക്ക് മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കിട്ടും. അപ്പം നമ്മളൊക്കെ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ന്യൂസിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തത്. കാരണം രാവിലെ എണീച്ച പാട് കുട്ടികൾക്ക് തിന്നാൻ മടിയായിരിക്കുമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ എന്താ വിശക്കുമ്പോൾ തിന്നാമല്ലോ നല്ല ലെവലാണ് കേട്ടോ. നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ടയും പഞ്ചസാര ആഡ് ചെയ്ത് നല്ലോണം ഉണ്ടാക്കുക, ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പം പൊറോട്ട കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ ഇത് ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഷെയ്ക്ക് അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് രാവിലെ കാടമുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ചായയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു 6 മണി ടൈമിലാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഹെവി ഫുഡൊന്നും കഴിക്കലില്ല. അതുകൊണ്ട് ഇങ്ങനെ ചൂടായതുകൊണ്ട് ഇപ്പം ഷെയ്ക്കാണ് കേട്ടോ കൊടുത്തയച്ചത്. അപ്പോൾ ഷെയ്ക്കും ഒരു കുപ്പിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആൾക്ക് ഇന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഒക്കെ പോയി. പിന്നെ നമ്മൾ നെയ്ബറുണ്ട്, ഇക്കാൻ്റെ അതേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ കയ്യിലാണ് കേട്ടോ ഞാൻ ഫുഡ് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് ഫുഡ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൂസിൻ്റെ ഏതായാലും പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് റെഡിയാക്കാം. അപ്പോൾ ഇന്നുവിൻ്റെ ഇത് തെമൂന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഡ്രസ്സാണ്. തെമ്മൂലാകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിയും എത്രയോ പ്രൈസ് കുറവിലാണ് കേട്ടോ നമുക്ക് തെമ്മൂല് കിട്ടുന്നത്. നല്ല നല്ല മോഡൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഈ ഡ്രസ്സിന് എന്തായാലും 4-5 കേടിക്ക് കൊടുക്കേണ്ടി വരും. തെമ്മൂലാകുമ്പോൾ 2-3 കേടിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പം യൂട്യൂബിൽ ഞങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ട് തരാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് നിതാസൈൻ വ്ളോഗ്സ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, അതിൽ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതിയാവും. ഈ വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ, ഞാൻ മറ്റേ മോർണിംഗ് റോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. പിന്നെ ഇത് ഇന്നുവിന് കൊണ്ടുപോകാനുള്ള വെജീസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ആണ്. ഞാനിതിൽ ഒരു ഫ്രൂട്ടും ഒരു വെജ് ആണ് വെക്കൽ. ഇന്ന് ആപ്പിളും ക്യാരറ്റാണ് കേട്ടോ, സോറി കക്കിരിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കക്കിരി ആൾക്ക് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അത് കുറച്ചധികം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കി എടുത്ത ചപ്പാത്തിയാണ് കേട്ടോ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ചപ്പാത്തി ഇതിൽ പേരൊന്നും നടക്കറിയില്ല, മുട്ടയും ചപ്പാത്തിയും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മിക്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത് റെഡിയായി. ഇനിയിപ്പം ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ലഞ്ച് ബോക്സ് ബാഗിലേക്ക് വെക്കാം. അതാണ് മെയിൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. അതിന് ആളെ ഫുഡ് കഴിപ്പിക്കണം, കുളിപ്പിക്കൽ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കൽ, അതൊക്കെയാണ്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. ഫുഡ് കഴിക്കുന്നത് കാണിക്കാം കേട്ടോ, കുളിപ്പിക്കുന്നതാക്കൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ടൈമില്ല, അതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ പല ആംഗിളിൽ വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ ടൈം പോകുന്ന അറിയില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആൾ
ഫുഡ് ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് സമയം നോക്കിയിരിക്കും, കുറച്ച് മടിച്ചൊക്കെ കളിക്കും. കാരണം രാവിലെ എണീച്ചപാട് നമുക്ക് തന്നെ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ പിള്ളേരെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഏകദേശം പകുതി കഴിച്ച് അങ്ങനെ പോകാമെന്ന് ബാഗിലിട്ടിട്ട് ആൾ റെഡി ആവുക. എന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എണീച്ചപാട് പറയും സ്കൂളിൽ ഞാൻ പോകില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ചൊരു ചണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് സെറ്റാവും. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഓക്കെ പോകാമെന്നുള്ള ലെവലിലാവും. അങ്ങനെ പോക്കാണ്. പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ ഭയങ്കര കുറവാണ് കഴിക്കൽ, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാനും ഇന്നും കൂടെ പോകാൻ ഇന്നിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ വല്ലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ആൾ നേരത്തെ എണീച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ആളൊന്ന് കൊണ്ടാക്കി ചേർട്ടെ, കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കാണ് കേട്ടോ. അപ്പോൾ ആളിൻ്റെ പോയി ലിഫ്റ്റൊക്കെ നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്, ലിഫ്റ്റൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സമയത്ത് ഇങ്ങനെ രാവിലെ എണീച്ചപാട് കുറച്ച് ചുണുങ്ങലും കരച്ചിലൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഹോംവർക്കൊക്കെ കൊടുക്കും, അതൊക്കെ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ ഇതാ നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് വരുന്നത് പ്ലേ സ്കൂൾ, അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കൊണ്ടുവിടാൻ. പക്ഷേ ഭയങ്കര വെയിലായിരിക്കും രാവിലെ, അതുപോലെ തന്നെ ഉച്ചക്കും ഭയങ്കര വെയിലാണ്. അപ്പം റോഡ് മുറിച്ച് കടക്കലൊക്കെയാണ് കുറച്ച് ടാസ്ക്. വൺ വേ ആയതുകൊണ്ട് അപ്പുറം ഇപ്പോൾ 2 റോഡ് മുറിച്ച് കിടക്കണം, അത് കുറച്ച് ടാസ്ക്കാണ്. ഒരു വണ്ടി പോലും നിർത്തരില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. വന്നിട്ടാണ് ഞാനിപ്പം ഇക്കാക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നത്. മറ്റേ ഞാൻ വല്ല ഫീഡൊക്കെ ചെയ്തിട്ട് പിന്നെ ഓളെന്തൊക്കെ എൻ്റെ രീതിയിൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് പണിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോസൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കാതെ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും പിന്നെ ഇതിൻ്റെ കെച്ചപ്പും ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വെച്ചിട്ട് ലഞ്ച് ബോക്സ് സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഇടാനുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചധികം തന്നെ ഫ്രൈഡ് റൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ കുക്കുംബർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തിന്നുന്ന സമയത്ത് എടുത്ത് കുറച്ച് ഇവിടെ മാറ്റി വെച്ചാൽ മതിയല്ല. അങ്ങനെ അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്നൊന്നുമില്ല, പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് അപ്പുറത്തെ കനിമ കൊടുക്കണം, അവർ കൊണ്ടുപോകും. അപ്പോൾ സെയിം ഓഫീസിലാണ്. കശിക്ക് രാവിലെ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി തന്നെ ഉണ്ടാവുക. അപ്പോൾ ഒരു ഉച്ചക്ക് കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിലേക്ക് പോകുള്ളൂ. ഇവർ നേരെ ഓഫീസിൽ തന്നെയാണ് പോകുന്നത്. ഒരു സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകും. അപ്പോഴത്തേക്ക് മോശമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇക്കാൻ്റെ കയ്യിൽ തന്നെ നേരത്തെ എണീച്ചാക്കി കൊടുത്തേക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഏതായാലും നൈറ്റ് ആവും ഓഫീസിലുള്ളതുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ വിശന്നിരിക്കണ്ടല്ലോ, പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കണ്ടേ ഒരു സാൻഡ്വിച്ചൊക്കെ. അതുകൊണ്ട് പിന്നെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ആളും മറ്റുള്ള ഫുഡൊന്നും പുറത്തുനിന്ന് കഴിക്കില്ല, സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറം ഇങ്ങനെ അപ്പുറത്തെ നെയ്ബറിൻ്റെ നാട്ടിലെ അവർ കൊടുത്തോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.